الحمد لله الذي جعل لنا الإسلام نورا وجعل لنا القرآن هدى ورحمة وجعل لنا في رسول الله صلى الله عليه وسلم أسوة حسنة وله الحمد في الأولى والآخرة رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തു മറിയമിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ 7 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ സക്കരിയാ إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا صدق الله العلي العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, സക്കരിയ നബി അലൈഹിസ്സലാം അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം തൻ്റെ ബലഹീനതകൾ അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ എല്ലുകൾ ക്ഷയിച്ചിട്ടുണ്ട്, ബലഹീനമായിട്ടുണ്ട്, എൻ്റെ മുടി മുഴുവൻ നരച്ചു പോയിട്ടുണ്ട്, അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാനുള്ളത്. അതുമാത്രവുമല്ല, എൻ്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, ഒരു മച്ചിയാണ്, വന്ധ്യയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഭാഗ്യം കെട്ടവനല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു പ്രത്യാശയോട് കൂടിയിട്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാം ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യം, സക്കരിയ അലൈഹിസ്സലാം ഒരു ദൃഢവിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്കറിയാം, വിവാഹം കഴിഞ്ഞ ഒരു സന്ദർഭം മുതൽ തന്നെ സക്കരിയ നബി പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കുഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്തൊന്നും അള്ളാഹു നൽകിയിട്ടില്ല. ഇപ്പോൾ സക്കരിയ നബിക്ക് ഏകദേശം 80ഓളം വയസ്സായിട്ടുണ്ട്, അതായത് വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്ത ആളുമാണ്. അപ്പോൾ ഈ സമയത്ത് പോലും പ്രത്യാശയോട് കൂടിയിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൃഢവിശ്വാസിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയും സക്കരിയ നബി വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയിലേക്കും തൻ്റെ പ്രാർത്ഥന പോയില്ല എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം, വളരെ രഹസ്യമായി കൊണ്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് എന്നതാണ്. അതും കൃത്യമായിട്ട് കഴിഞ്ഞ ആയത്തിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒന്ന്, ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരു കുഞ്ഞ് വേണം എന്നതിനപ്പുറത്തേക്ക് ഭൗതികമായിട്ടുള്ളൊരു ലക്ഷ്യവും അതിലില്ല എന്ന് പറയുകയും, തൻ്റെ ഒരു പിന്മുറക്കാരനായിട്ട്, തൻ്റെ ബന്ധുക്കളിൽ നിന്നൊന്നും തൻ്റെ ആദർശം അംഗീകരിക്കുന്ന ആളുകൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ഈ ആദർശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഈ ധാർമ്മികതയെ നീതിയുക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു പിൻഗാമിയെ വേണം എന്ന ഉദ്ദേശത്തിലാണ് അള്ളാഹുവോട് സക്കരിയ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത്.
അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൃഢമായിട്ടുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുള്ളത്, ഒരുപാട് കാലമായിട്ട് ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, എന്നിട്ടും പടച്ചവൻ തരുന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ദൃഢമായിക്കൊണ്ട് പടച്ചവൻ എന്തായാലും എനിക്ക് തരും, അത് ഇപ്പോൾ തന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നന്മയുള്ള സന്ദർഭത്തിൽ, ചിലപ്പോൾ ഈ ദുനിയാവിലാകാം, ചിലപ്പോൾ പരലോകത്ത് വെച്ചാകാം, അള്ളാഹു തരും എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, എല്ലാവരോടും പറഞ്ഞു പാടിക്കൊണ്ട് ആവരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ബലഹീനതകൾ നമുക്കും അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയലേ. അതുകൊണ്ട് തന്നെ രഹസ്യമായി കൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, നന്മ ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം ഒരു കാര്യം പ്രാർത്ഥിക്കേണ്ടത്. അതായത് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിൽ നന്മകൾ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈവൺ നമ്മളൊരു പരീക്ഷയ്ക്ക് അത് പാസ്സാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലും, ആ പരീക്ഷ പാസ്സാവുന്നതോടുകൂടി ഒരു പ്രൊഫഷനിൽ ഞാൻ എത്തുന്നതോട് കൂടിയിട്ട് ഇന്നിന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇന്നിന്ന കാര്യങ്ങളിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് പരലോക വിജയം സാധ്യമാകുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങളും അതിലുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകാനുള്ള സാധ്യത കൂടുമെന്നത് നമ്മൾ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠമാണ്. ഇനി നമുക്ക് സക്കരിയ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമുക്ക് 7-ാമത്തെ ആയത്ത് മുതൽ കാണാം. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ നബി അലൈഹിസ്സലാമയെ അള്ളാഹു വിളിക്കാണ്. സക്കരിയ, ഇന്ന നുബശ്ശിറുക, ബശ്ശറ യുബശ്ശിറു, നുബശ്ശിറുക, നിനക്ക് നാം ഇതാ സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്തിനെ കൊണ്ടാണ് സന്തോഷവാർത്ത അറിയിക്കുന്നത്? ബിഗുലാമിൻ, ഒരു പുത്രനെ സംബന്ധിച്ച്. ഇസ്മുഹു, അവൻ്റെ പേരെന്താണ്? യഹ്യ. യഹ്യ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവൻ്റെ പേര് സംബന്ധിച്ച് ഒരു പുത്രനെ നാം ഇതാ ഒരു ശുഭവാർത്ത, സന്തോഷവാർത്ത അറിയിക്കുന്നു. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ലം നജ്അൽ, നാം ആക്കിയിട്ടില്ല, ലഹു അതിനെ, മിൻ ഖബ്ലു ഇതിനു മുമ്പ്, സമീയ പേര് വെച്ചതായിട്ട്, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് മറ്റൊന്നിനെ നാം ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ, ഒന്നുമല്ലാതിരിക്കുന്നൊരു സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ശുഭവാർത്ത അറിയിക്കുന്നു. ഇതാ ഒരു കുഞ്ഞിനെ കൊണ്ട്, യഹ്യ എന്ന് പേരുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് ഞാനിതാ നിനക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്നതാണ്. ആ സമയത്ത് വല്ലാത്ത ആനന്ദം അനുഭവപ്പെടും, എന്നാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ, ഇതെങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത്. അതാണ് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ വകാനത് ഇംറഅതി ആഖിറ വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ബലഹീനനാണ്, എൻ്റെ ഭാര്യ ഒരു വന്ധ്യയാണ്, പിന്നെ എങ്ങനെയാ പടച്ചോനെ? ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി എൻ്റെ നാഥ, അന്നാ എങ്ങനെയാണ്, യകൂനു ഉണ്ടാവുക, ലീ എനിക്ക്, ഗുലാമുൻ ഒരു കുട്ടി, എങ്ങനെ പടച്ചോനെ എനിക്കൊരു കുട്ടി ഉണ്ടാവുക? വകാനത് ഇംറഅതി ആഖിറൻ, എന്താണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, വഖദ് ബലഗ്തു ഞാൻ എത്തിയിട്ടുണ്ട്, മിനൽ കിബരി പ്രായത്തിൻ്റെ ആധിക്യം അല്ലേ, വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, അതിയ ഞാൻ എന്താണ്, പരവശനാണ്, ഒന്നിനും കഴിയാത്തവനാണ്, പിന്നെ എങ്ങനെയാ പടച്ചോനെ നീ എനിക്ക് തരിക? സക്കരിയ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹുവിൻ്റെ കഴിവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എന്നാലും ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയാണ്, ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, അപ്പോൾ മറ്റേതെങ്കിലും ഭാര്യമാരിലൂടെയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു അത് നൽകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാമക്ക് ഉത്തരം നൽകുകയാണ് 9-ാമത്തെ ആയത്തിലൂടെ. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനുൻ വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈഅ. ഖാല കദാലിക, അള്ളാഹു പറയാണ്, കദാലിക അതൊക്കെ ശരി തന്നെ, അപ്രകാരം തന്നെയാണ്, നീ എന്താണ്, ബലഹീനനാണ് അല്ലേ, വാർദ്ധക്യം പ്രാപിച്ചവനാണ്, നിന്റെ ഭാര്യ ഒരു വന്ധ്യയാണ്, എന്നാലും അതൊക്കെ ശരിയാണ്. ഖാല റബ്ബുക, നിന്റെ രക്ഷിതാവ് പറയാണ്, ഹുവ അലയ്യ ഹയ്യിനുൻ, അത്
എനിക്ക് നിസ്സാരമാണ്, ഹയ്യിനാണ്, വളരെ ലളിതമാണ്, നിസ്സാരമാണ്, ഒരു പണിയുമില്ലാത്തവനാണ്. വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈഅ, നേരത്തെ നീ ഒന്നുമായിരുന്നില്ല, ആ സന്ദർഭത്തിൽ ഇതിനു മുമ്പ് നിന്നെ ഞാൻ സൃഷ്ടിച്ചല്ലോ. അപ്പോൾ ഇത് സൃഷ്ടിക്കാൻ, ഇതുണ്ടാക്കുവാൻ അള്ളാഹുവിനൊരു പണിയുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. വഖദ് ഖലഖ്തുക, നിന്നെ ഞാൻ സൃഷ്ടിച്ചുവല്ലോ, മിൻ ഖബ്ലു, ഇതിനു മുമ്പ്, വലം തകു, നീയാകട്ടെ ഒന്നുമായിരുന്നില്ല, ഷൈഅൻ, ഒരു വസ്തുവും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ദഹറിൽ പറയുന്നുണ്ട് അല്ലേ, ഹൽ അതാ അലൽ ഇൻസാനി ഹൈനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കുറ, പറയപ്പെട്ട ഒരു വസ്തുവല്ലാതിരുന്നൊരു കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യനെ. അപ്പം അതുപോലെ തന്നെ ഒന്നുമല്ലാതിരുന്നൊരു സന്ദർഭത്തിൽ നിന്നെ ഞാൻ സൃഷ്ടിച്ചില്ലേ, അപ്പം എനിക്കിത് ഹയ്യിനാണ്, എനിക്കിത് നിസ്സാരമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ കഴിവിൽ സക്കരിയ നബി അലൈഹിസ്സലാമക്ക് വിശ്വാസമുണ്ട്. എന്നിരുന്നാലും ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് എങ്ങനെയായിരിക്കും പടച്ചവൻ ഇത് നൽകുക എന്നൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിക്കുന്നത്. 10-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഖാല റബ്ബി ജഅല്ലി ആയ, പടച്ചവൻ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരണം, എനിക്കൊരു അടയാളം തരണം. ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ്യ, നീ 3 നാൾ തുടർച്ചയായി ജനങ്ങളോട് മിണ്ടാതിരിക്കും, അതാണ് നിനക്കുള്ള അടയാളം എന്നതാണ്. അപ്പം എന്തെങ്കിലും ഒരു എവിഡൻസ്, ഒരു തെളിവ് എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ 3 ദിവസം നീ എന്ത് ചെയ്യും, 3 രാത്രികൾ 3 നാൾ തുടർച്ചയായിട്ട് നീ ജനങ്ങളോട് മിണ്ടാതിരിക്കും, അതാണ് നിനക്കുള്ള അടയാളം എന്നാണ് അള്ളാഹു പറയുന്നത്. സവിയ്യ എന്നാൽ ശരിയായ നിലയിൽ, അതായത് നിനക്ക് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വൈകല്യമൊന്നുമില്ലാതെ തന്നെ നീ 3 ദിവസം നിനക്ക് ആളുകളോട് മിണ്ടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, അതാണ് നിനക്കുള്ള ദൃഷ്ടാന്തം എന്നാണ് പറയുന്നത്. അടുത്ത ആയത്തിൽ പറയുന്നു, ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്, ആ മിഹ്റാബിൽ നിന്നും തൻ്റെ ജനതയിലേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം പുറപ്പെടുകയാണ്. ഫഖറജ, അങ്ങനെ അദ്ദേഹം പുറത്തു വന്നു, അലാ ഖൗമിഹി, തൻ്റെ ജനതയുടെ അടുത്തേക്ക്, മിനൽ മിഹ്റാബി, പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന്. നമ്മൾ മിഹ്റാബ് എന്ന് പറയുമ്പം ഇന്നത്തെ മിഹ്റാബിന് സമാനമായിട്ടുള്ളതല്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ പള്ളികളിൽ കാണുന്ന ഇമാമ് നിൽക്കുന്ന ഒരു മെഹ്റാബിന് സമാനമായിട്ടുള്ളത് വന്നിട്ടുള്ളത്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ക്രിസ്തീയ പുരോഹിതന്മാരൊക്കെ നിൽക്കുന്ന, അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതിനാണ് മെഹ്റാബ് എന്ന് പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് വരികയാണ്. ഫഔഹാ ഇലൈഹിം, എന്നിട്ട് അദ്ദേഹം അവരോട് ആംഗ്യം കാണിക്കുകയാണ്. അൻസബ്ബിഹു, നിങ്ങൾ സ്തോത്രം ചെയ്യുവീൻ, സ്തുതികീർത്തനങ്ങൾ നടത്തുവീൻ, ബുക്റത്തൻ, രാവിലെയൻ, വഅശിയ, രാത്രിയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബി ഫഔഹാ ഇലൈഹിം അൻ സബ്ബിഹു ബുക്റതൻ വഅശിയ, അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ നിന്നിറങ്ങി തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം ആംഗ്യത്തിലൂടെ നിർദ്ദേശിച്ചു, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ വിശുദ്ധി വാഴ്ത്തുക എന്നതാണ്. 12-ാമത്തെ ആയത്തിൽ അള്ളാഹു നേരിട്ട് യഹ്യയോട് പറയാണ്, സക്കരിയ നബി അലൈഹിസ്സലാമയുടെ സന്താനത്തോട്, മകനോട് പറയുന്നു, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവത്തിൻ വആതൈനാഹുൽ ഹുക്മ സബിയ്യ, ഓ യഹ്യ, യാ യഹ്യ, ഓ യഹ്യ, ഖുദിൽ കിതാബ, അഖദ യഖുദു ഖുദ്, അഖദ യഖുദു ഖുദ്, നീ സ്വീകരിക്കുക, നീ എടുക്കുക, അൽ കിതാബ, വേദഗ്രന്ഥത്തെ, ബിഖുവത്തിൻ, കരുത്തോടെ, വ ആതൈനാഹു, അദ്ദേഹത്തിന് നാം അതാക്കുകയും ചെയ്തു, അൽ ഹുക്മ, വിജ്ഞാനത്തെ, സ്വബിയ, കുട്ടിയായിരിക്കെ തന്നെ ബോധനം നൽകുകയും ചെയ്തു, വിജ്ഞാനം നൽകുകയും ചെയ്തു, ശരിതെറ്റുകൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിജ്ഞാനം അവന് നൽകി എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ യഹ്യ അലിഹിസ്സലാമക്ക് അങ്ങനെ ഒരു ബോധനം നൽകുകയാണ്. സക്കരിയ നബി അലിഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ തന്നെ തനിക്കൊരു പിന്മുറക്കാരനായിട്ട് ഈ സത്യത്തെ പ്രചരിപ്പിക്കുവാനുള്ള ഒരു സന്താനമായിട്ട് അതിനാക്കണമേ എന്ന് പ്രാർത്ഥിച്ച പോലെ തന്നെ ആ സ്പോട്ടിൽ തന്നെ അള്ളാഹു അതിനുള്ള ഉത്തരം നൽകുകയാണ് എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരുപാട് സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ വിശദീകരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പ്രാർത്ഥിച്ച ഉടനെ തന്നെ പ്രതിഫലം അല്ലെങ്കിൽ അതിന് ഉത്തരം നൽകിക്കൊണ്ടുള്ള
പല പ്രാർത്ഥനകളും നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഖസസിൽ 24-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹിസ്സലാം മദിയനിലെത്തി വളരെ നിസ്സഹായനായിക്കൊണ്ടൊന്നുമില്ല, ഭൗതികമായിട്ടുള്ള ഒന്നും മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചോനെ, ദരിദ്രനാണ്, ഫഖീറാണ്, ഒന്നുമില്ലാത്തവനാണ്. നീ എന്ത് നന്മ നൽകിക്കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്, കാരണം എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ മക്കൾ വരികയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ചരിത്രം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ബോധ്യപ്പെടും അല്ലേ, ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത്, ഭൗതികമായിട്ട് ഒരു സൗകര്യവും ഇല്ലാതിരിക്കുന്ന സമയത്ത് അള്ളാഹുവോട് പ്രാർത്ഥിച്ചപ്പോൾ ആ നേർക്കുനേരെ അള്ളാഹു അതിനുള്ള ഉത്തരം ഓരോ സന്ദർഭങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സമയത്തും അദ്ദേഹത്തിന് ഒരു യഹ്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും അങ്ങനെ ഒരു മകനെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ സ്പോട്ടിൽ തന്നെ ഉത്തരം ലഭിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ് നമ്മുടെ മനസ്സിന് നൽകുന്നത്. കാരണം നമ്മൾ വിചാരിക്കും ഭൗതികമായിട്ടൊരു സാഹചര്യവും അതുണ്ടാവാനില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചവനത് ഹയ്യനാണ് അല്ലേ, നിസ്സാരമാണ്, എന്ത് കാര്യം ചെയ്യാനും ശക്തിയുള്ളവനാണ് അള്ളാഹു. പടച്ചോനെ, സക്കരിയ നബി അലൈഹിസ്സലാമക്ക് നീ യഹ്യ നബി അലൈഹിസ്സലാമെ നൽകിയില്ലേ, ഒരു മകനെ നൽകിയില്ലേ, അത്രയധികം വാർദ്ധക്യം പ്രാപിച്ച് നിൽക്കുന്ന സമയത്ത്, തൻ്റെ ഭാര്യ ഒരു വന്ധ്യയായിരിക്കുന്ന സമയത്ത് പോലും നീ അദ്ദേഹത്തിന് കുഞ്ഞിനെ നൽകിയില്ലേ, അതുകൊണ്ട് നീ എനിക്കും നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷങ്ങളെ ആയിട്ടുള്ളൂ, പക്ഷേ അത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് കുഞ്ഞിനെ നൽകാൻ നീ ശക്തിയുള്ളവനാണ് എന്നുണ്ടെങ്കിൽ എനിക്കും ഒരു കുഞ്ഞിനെ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങൾ വെച്ചിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ചോനെ, മൂസാ നബി അലൈഹിസ്സലാമക്ക് ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വളരെ നിസ്സഹായനായിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് പടച്ചോനെ നീ ഉത്തരം നൽകിയില്ലേ, അതുകൊണ്ട് നീ എനിക്കും ഉത്തരം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രവാചകന്മാരിലുണ്ടായിരുന്ന ക്വാളിറ്റികൾ നമ്മളിലും ഉണ്ടാകുവാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കും ഉത്തരം ലഭിക്കുക. സൂറത്ത് അംബിയയിൽ പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുള്ള, അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഓരോ പ്രവാചകന്മാരുടെയും ക്വാളിറ്റികൾ പറയുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നൽകിയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നിടത്ത് അവരുടെ ക്വാളിറ്റികൾ വിശദീകരിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് അവിടെ പറയുന്നത് സൂറത്ത് അംബിയയിലെ 90-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, യഹ്യായെ അദ്ദേഹത്തിന് നാം പ്രദാനം ചെയ്യുകയും തൻ്റെ ഭാര്യയെ തനിക്ക് നന്നാക്കി, അതായത് പ്രസവിക്കുമാറാക്കി കൊടുക്കുകയും ചെയ്തു. ഇന്നഹും, എന്താണ് അവരുടെ ക്വാളിറ്റി ഉണ്ടായിരുന്നത്? യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ സൽക്കാര്യങ്ങളിൽ നന്മകളിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ബദ്ധപ്പാട് കാണിക്കുമായിരുന്നു, ധൃതി കാണിക്കുമായിരുന്നു. കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യുവാൻ അവർ മത്സരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ബദ്ധപ്പാട്, ധൃതി കാണിക്കുമായിരുന്നു എന്നാണ് ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. വയദഊനനാ റഗബൻ വറഹബൻ, അള്ളാഹുവോട് ആശിച്ചും പേടിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മോട് ആശിച്ചും പേടിച്ചും റഗബ് കൊണ്ടും റഹബ് കൊണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഭക്തി കാണിക്കുന്നവരുമായിരുന്നു. അപ്പോൾ ഈ ക്വാളിറ്റികൾ നമുക്കുമുണ്ട് എന്നുണ്ടെങ്കിൽ, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ നമ്മളും ബദ്ധപ്പാട് അല്ലെങ്കിൽ ധൃതി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അള്ളാഹുവോട് ആശയോടും പേടിയോടും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്കും അതുപോലുള്ള ഖുശൂഅ്, ഭയഭക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനും അള്ളാഹു ഉത്തരം നൽകും. എന്നാൽ ഉത്തരം നൽകിയിട്ടില്ല, ഈ ക്വാളിറ്റികളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുന്നതിനും എല്ലാത്തിനും അള്ളാഹു ഉത്തരം നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നന്മ
നിറഞ്ഞൊരു സമയത്ത് നമുക്ക് നന്മയാകുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദുനിയാവിൽ വെച്ചാകാം, അല്ലെങ്കിൽ പരലോകത്ത് വെച്ചാകാം. ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിലയിൽ നിരാശപ്പെടുവാൻ പാടില്ല എന്നതാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.